നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിതയുടെ സഹോദരൻ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. താരപദവിയുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. സാധാരണക്കാർക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നും അതിജീവിതയുടെ സഹോദരൻ ചോദിക്കുന്നു. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, കഴിഞ്ഞ ദിവസം അതിജീവിത തന്നെ വളരെ ശക്തമായ ഭാഷയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയുമാണ്. ഇപ്പോൾ എന്താണ് കുടുംബത്തിന്റെ ആവശ്യം? വിനീത, നടിയാക്രമിച്ച കേസിലെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച റിപ്പോർട്ട് പുറത്തുവരികയും ഈ റിപ്പോർട്ടിൽ വിശദമായ ഒരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നിയമപോരാട്ടം തുടങ്ങുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിജീവിതയുടെ കുടുംബത്തിന്റെ പ്രതികരണം. സാമൂഹ്യ മാധ്യമത്തിൽ കൂടിയാണ് അതിജീവിതയുടെ സഹോദരന്റെ കുറിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെയും പല ഘട്ടങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, സമൂഹത്തോട് ചില വിഷയങ്ങൾ പറയാൻ അവർ സാമൂഹ്യ മാധ്യമം തന്നെയായിരുന്നു ഉപയോഗിച്ചത്. ഇപ്പോൾ പ്രധാനമായും ഒരു കാലഘട്ടത്തിൽ 2017 ഈ ഒരു ആക്രമണം അതിജീവിത നേരിട്ടപ്പോൾ മുതൽ അനുഭവിച്ച മാനസികമായ അടക്കം അതിന്റെ ചില കാര്യങ്ങളടക്കം ഈ എഴുത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, ഏറെക്കാലം സൈബർ ആക്രമണം നേരിട്ടു. ആ സൈബർ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. കേസ് ഒത്തുതീർത്തതായി കൂടെയുള്ളവർ പോലും പറഞ്ഞു വരുത്തി. 15 കോടി രൂപ വാങ്ങി കേസ് ഒത്തുതീർത്തു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. കേസിൽ ഇതുവരെ ഉണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ. നീതിപീഠം ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നില്ല. അതിൽ തങ്ങൾക്ക് ദേഷ്യമല്ല, അതിനപ്പുറത്തേക്ക് വലിയ മാനസിക വേദനയുണ്ട്. ഒരിക്കൽ പോലും കാണാത്ത പിന്തുണച്ചവരാണ് തങ്ങളുടെ ഊർജം. ഒരുപക്ഷെ ബാലചന്ദ്രകുമാറാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ബാലചന്ദ്രകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതുകൊണ്ടാണ് കേസ് ഈ നിലയിൽ നിലനിൽക്കുന്നത്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, തങ്ങളുടെ അഭിഭാഷകർ, ഒപ്പം അർപ്പണബോധമുള്ള ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ, ഇവരുടെ പിന്തുണയാണ് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്, ഒപ്പം തങ്ങൾക്ക് ശക്തി പകരുന്നത് എന്നും സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. തന്റെ സഹോദരിക്ക് ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നം, അതിനപ്പുറത്തേക്ക് തന്റെ സഹോദരി ഒരു സെലിബ്രിറ്റിയാണ്. ഈ താരപദവിയുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇതൊരു സാധാരണ പെൺകുട്ടിക്കാണെങ്കിൽ എത്രത്തോളം മാനസികമായ പീഡനം, എത്രത്തോളം പീഡനം, നീതി എത്രത്തോളം ലഭിക്കുമായിരുന്നു ആ കുട്ടിക്ക്, നീതി ഒട്ടും ലഭിക്കില്ല എന്ന കാര്യവും കുറിക്കുന്നു. അത്തരത്തിൽ വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ്, വൈകാരികമായ ഒരു കുറിപ്പാണ് സാമൂഹ്യ മാധ്യമത്തിൽ അതിജീവിതയുടെ സഹോദരൻ പങ്കുവച്ചിരിക്കുന്നത്. വിനീത, ശരി. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.